ഹായ്, കേസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിലെ വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് ടോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. കുറച്ച് കടലപ്പൊടിയും ബ്രെഡ് പീസസും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് പീസസും കടലപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞതും ഒരു പകുതി ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലയും ആവശ്യമുണ്ട്. ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോഴേ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ആ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ബിരിയാണി മസാല ഇതും കൂടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. ഇനി എരിവ് കൂട്ടിയെടുക്കണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുത്താലും മതി. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ വെള്ളം ചേർക്കുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. നമ്മൾക്ക് ഈ ഒരു ബാറ്റർ തിക്കായിട്ടാണ് കിട്ടേണ്ടത്. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുക്കണേ. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കല്ലേ. മുൻപത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാരെ ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണത്. നമ്മുടെ ബാറ്ററൊക്കെ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ബാറ്റർ കിട്ടേണ്ടത്. ഇനിയിപ്പം നമ്മൾക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. സ്റ്റവ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. നല്ലോണം ചൂടായി വരുന്ന സമയത്ത് കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് എടുക്കുന്നതിന് പകരം ബട്ടർ ചേർത്താലും മതിയാകും. ഇനിയിപ്പം ബ്രെഡ് സ്ലൈസസ് ഓരോന്നായിട്ട് ഈ ഒരു മിക്സിൽ മുക്കിയെടുത്തതിന് ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കാം. ബ്രെഡ് സ്ലൈസസ് ഒരുപാട് സമയം ഈ ഒരു മിക്സിൽ മുക്കി വെക്കണ്ട കേട്ടോ. അത് പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പം ഓരോ പീസസ് ആയിട്ട് ഇതേപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു വശം വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അത്യാവശ്യം ഒരു ഹെവി ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾക്കിത് ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കിയെടുക്കാം. അപ്പം മൊത്തം ബ്രെഡ് പീസസും ഞാൻ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ലാസ്റ്റ് അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് കൂടി പുരട്ടി കൊടുക്കാം. ചീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ചീകിയിട്ട് കൊടുക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും രാവിലെ ചായയുടെ പലഹാരം ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാനിന്നിത് ഉണ്ടാക്കണത്. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ പലഹാരങ്ങളുടെ വീഡിയോസ് മുൻപും ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം കുറേയായിട്ട് ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് തന്നെയാണ് കേട്ടോ സാധാരണ വീട്ടിലുണ്ടാക്കാറ്. വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വളരെ രുചികരമായ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളെ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് വല്ലപ്പോഴൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് ഇതും ഉണ്ടാക്കി കൊടുക്കാം. നല്ലൊരു സ്ട്രോങ് ചായയും ഈ ഒരു ബ്രെഡ് ടോസ്റ്റും. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി പുതിയൊരു ബ്രെഡ് റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.